ഈ പരിശുദ്ധവും പരിപാവനവുമായ വേദിയിലും സദസ്സിലുമായിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മദ്രസയുടെ ഗുരുനാഥന്മാരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട ഉപ്പമാർ, ഉമ്മമാർ, ഇന്നാട്ടിലെ നല്ലവരായ കാരണവന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അല്ലാഹു തആല ഖബൂലാക്കട്ടെ. തൗഫീഖ് ഇന്നലത്തെ അത്ര അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും സൽക്കർമ്മങ്ങളിലേക്കുള്ള എല്ലാവിധമായ ചുവടുവെപ്പുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. തുടർച്ചയായ എത്രാമത്തെ ദിവസമാണ്? എട്ടാമത്തെ ദിവസവും ഈ പരിശുദ്ധവും പരിപാവനവും മഹനീയവുമായ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ എല്ലാവർക്കും അള്ളാന്റെ സ്വർഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിന് എത്ര കവാടങ്ങളുണ്ട്? 6 7. നാളെ അതിൻ്റെ ഉത്തരം ഞാൻ ചോദിക്കും, നിങ്ങൾ തന്നെ പറയണം എനിക്ക്, എന്നോട് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ പാട്ടൊക്കെ ഉണ്ട്, പാട്ടുപാടി ഇപ്പം നിങ്ങൾ പിടിക്കും, അതുകൊണ്ട് ഞാനിലേക്ക് വരുന്നില്ല. നാളെ ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ മതി. ഏതായാലും അൽഹംദുലില്ലാഹ് 8ാമത്തെ ദിവസത്തിലാണ് നമ്മളൊക്കെ നിലകൊള്ളുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ റിളാ ലഭിക്കുന്ന സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നമ്മുടെ മജ്ലിസിൽ കിട്ടിയ 5-6 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ മറുപടി, ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ തെറ്റ് ചെയ്താൽ ആ കുട്ടികൾ ആ 18 വയസ്സ് കഴിഞ്ഞിട്ട് ആ തെറ്റ് കുട്ടികൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ മാതാപിതാക്കൾക്കുണ്ടോ എന്നാണ് ചോദ്യം. അതിൻ്റെ ഒന്നാമത്തെ മറുപടി, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്ന രീതി, ആ രീതിയിൽ നിങ്ങൾ 18 വയസ്സുവരെയും അവർക്ക് കൊടുക്കേണ്ടുന്ന ഹക്കടപാടുകൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ആ 18 വയസ്സിന് ശേഷം അള്ളാഹു ഒരു മനുഷ്യനിക്ക് 2 വഴികൾ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടിക്ക് വകതിരിവായാൽ വഹദൈനാഹുൻ നജ്ദൈൻ, അള്ളാഹു 2 വഴികൾ നമ്മുടെ തഫ്സീറുകളിൽ കാണാം. അയൽ ഖൈരി വശരി, 2 വഴികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുത്തിട്ടുണ്ട്. ആ 2 വഴികൾ, ഒന്ന് ഷർറിൻ്റെതാണ്, ഒന്ന് അതുപോലെ നന്മയുടേതാണ്. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനിക്കത് തെറ്റാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട്, അത് നന്മയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുമുണ്ട്. അപ്പോ അവിടുന്ന് പ്രായപൂർത്തിയായതിനു ശേഷം ഏതെങ്കിലും മക്കൾ തെറ്റ് ചെയ്താൽ അത് ആ മക്കൾ തന്നെയാണ് ആ തെറ്റിന്റെ ഉത്തരവാദികൾ. ഉമ്മമാരും ബാപ്പമാരും പേടിക്കണ്ട. എന്നാൽ മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വം വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ കൂടെയുണ്ട്. അതായത് ഈ 18 വയസ്സായ മക്കൾ, ആ പ്രിയപ്പെട്ട മക്കൾ വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയേണ്ടുന്ന ബാധ്യതയുണ്ട്. മക്കളുടെ വേഷവിധാനങ്ങളെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കേണ്ടുന്നതും പറഞ്ഞു കൊടുക്കേണ്ടുന്നതും അത് മാതാപിതാക്കളുടെ കടപ്പാടാൻ. കാണുന്നത് പറയുക, കണ്ടിട്ട് പറയാതിരുന്നാൽ അതിന്റെ കുറ്റം വേറെയാണ്. നമ്മൾ കണ്ടു ഒരു തെറ്റാണെന്ന് കണ്ടിട്ടും അതിനെ നമ്മൾ ശരിവെച്ചു കൊടുക്കുന്ന രീതിയിൽ ആകരുത് നമ്മുടെ പോക്ക്. അപ്പൊ 18 വയസ്സിന് ശേഷം എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഏതായാലും ഉണ്ടാകും. അടുത്ത ഒരു ചോദ്യം, ശുദ്ധിയില്ലാത്ത സമയത്ത് ആയത്തുൽ കുർസി ഓതാൻ പറ്റുമോ എന്നാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പവിത്രമായ ഖുർആനാണ് എന്നുള്ള നിലയിൽ അവിടെ ആയത്തുൽ കുർസി ഓതാൻ പാടില്ല. ശുദ്ധിയില്ലാത്ത സമയങ്ങൾ, നമ്മുടെ ഒളവില്ലാത്ത കാര്യമല്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയില്ലാത്ത സമയങ്ങളിൽ ആയത്തുൽ കുർസി ഓതുമ്പോ അത് നമുക്ക് സാധാരണഗതിയിൽ നമ്മൾ ചൊല്ലുന്ന, ഒരിക്കലും മുടങ്ങി വരാത്ത ഒരു അദ്കാറാണ്. ഒരു ദിക്റിന്റെ കൂട്ടത്തിലാണ് ആ ആയത്തുൽ കുർസി ഓതുന്നതെങ്കിൽ അതുകൊണ്ട് കുഴപ്പം ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ലത് പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പിന്നെ വളരെയേറെ മർമ്മപ്രധാനമായ ഒരു ചോദ്യം, അതായത് ആ ചോദ്യത്തിന്റെ പൊരുള്
മുസ്ലിമായ ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മുഖം മറയ്ക്കണമെന്ന് ഖുർആനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതാണ് പിന്നെ വളരെയേറെ മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, യാ അയ്യുഹൻ നബി ഖുൽ ലിഅസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ ذلك أدنى أن يعرفن فلا يؤذن. അല്ലാഹുവിന്റെ ഖുർആൻ. ആ ഖുർആന്റെ അർത്ഥമെന്ന് പറയുമ്പോൾ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെയുടെ ഭാര്യമാരോടും പുത്രിമാരോടും വിശ്വാസിനികളോടും നിങ്ങൾ പറയണം. അമ്മമാർ ശ്രദ്ധിച്ചു കേൾക്കുക. അവിടത്തെയുടെ ഭാര്യമാരോടും മക്കളോടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ ആ കലിമത്ത് തൗഹീദ് അടിയുറച്ചുകൊണ്ട് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളോടും നിങ്ങൾ അവരോട് വളരെ കറക്റ്റ് ആയിട്ട് പറയണം. എന്താ പറയണ്ടെന്നൊരു തങ്ങളുടെ ജിൽബാബ്, അതായത് ആ ഒരു മുഖമക്കന അവർ തീർച്ചയായും അതിനെ താഴ്ത്തിയിടാൻ തന്നെ പറയണമെന്ന് ഖുർആനിൽ ഉണ്ടോ എന്നാണ് ചോദ്യം. ഖുർആനിന്റെ ആയത്താണ് സൂറത്തുൽ അഹ്സാബ് 33 മുതൽ 59 വരെ പറയുന്നുണ്ട്. അപ്പൊ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അടുത്തൊരു ചോദ്യം, അപ്പൊ ഉമ്മമാരെ മുഖം മറയ്ക്കണം എന്നുള്ളത് ഖുർആനിലുണ്ട്. അപ്പൊ അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത് ശരിയാണോ? ഇത് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയാല് നാളെ ഭക്ഷണം ഉണ്ടാവില്ല, വെള്ളം ഉണ്ടാവില്ല. സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം. ഇസ്ലാമിക ശരീഅത്തിൽ സ്ത്രീകൾ വാഹനം ഓടിക്കുന്നത് ഹറാമാണ് എന്ന് ഖുർആനിലോ സ്വഹീഹായ ഹദീസുകളിലോ എവിടെയും ഇല്ല. വാഹനം ആർക്കും ഓടിക്കാം. എന്നിട്ട് അവിടെ പറയുന്ന ഒരു നിയമമേ ഉള്ളൂ, അത് നമ്മൾ പോകുമ്പോ സഞ്ചരിക്കുമ്പോ ആ കോലത്തിലും ആ രൂപത്തിലും പോകണം എന്ന് മാത്രമേ ഉള്ളൂ. വാഹനം ഓടിച്ചൂടാന്ന് ഖുർആനിലോ ഹദീസിലോ എവിടെയില്ല എന്നും പറഞ്ഞ് ഇന്നിപ്പോ അവിടെ നിന്ന് പാലം കഴിഞ്ഞിട്ട് പോയിട്ട് ഭർത്താവിന്റെ അടുത്ത് ബൈക്ക് ഓടിച്ചു തരാൻ വേണ്ടി പറയാൻ നിൽക്കണ്ട. അപ്പൊ ഏതായാലും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ വളരെയേറെ അർത്ഥവത്തായ ഒരു ചോദ്യം കൂടിയുണ്ട്. സാധാരണഗതിയിൽ നമ്മളിപ്പോ കോഴി അറുക്കുമ്പോ അല്ലെങ്കിൽ ആടിനെ അറുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ടാണ് നമ്മൾ അറുക്കാറുള്ളത്. അപ്പൊ ബിസ്മി ചൊല്ലാതെ അറുക്കുന്ന ഒന്നിനെ ഭക്ഷിക്കൽ ഹറാമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്താണ് അതിന്റെ വിധി? അല്ലാഹുവേ, അവിടുന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലാ തഅകുലു മിമ്മാ ലം യുദ്കിരിസ്മുല്ലാഹ് എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ ഖുർആൻ ഈ പറയുന്നത്, ബിസ്മി കൊണ്ട് നിങ്ങൾ അറുക്കാത്ത ഒന്നിനെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ഭക്ഷിക്കരുത്, തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷിക്കരുത്. ഇത് സൂറത്തുൽ അൻആമില് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ എപ്പോഴും ബിസ്മി ചൊല്ലുന്ന ഒരാളൊക്കെ തന്നെയാണ്. എന്തോ മറവിയിൽ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കണ്ടാന്നോ അത് കഴിക്കല് ഹറാമാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ പറയുന്ന ഒന്നേ ഉള്ളൂ, മനഃപൂർവ്വം ഒരാൾ ബിസ്മി ചൊല്ലാതെ അറുത്താൽ അതിനെ കഴിക്കല് ഹറാം. ഇനി ഒരാൾ വിട്ടുപോയി, പെട്ടെന്ന് വിട്ടുപോയി, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറും ചൊല്ലി, എന്നാൽ അവിടുന്ന് അതിനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് അധികം ഫുഖഹാക്കളുടെയും അഭിപ്രായങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള മർമ്മപ്രധാനമായ ഒരുപാട് ചോദ്യങ്ങൾ, ഒറ്റ ചോദ്യങ്ങളുണ്ട്. ഇനിയിപ്പോ ഈ ചോദ്യം എല്ലാം കൂടെ പറഞ്ഞ് ഇന്നിപ്പോ ഫുള്ള് ചോദ്യമാണെങ്കിൽ നാളെ ഫുൾ ഉത്തരമായിരിക്കും. അപ്പൊ ഏതായാലും അടുത്തൊരു ചോദ്യം, പെൺകുട്ടികൾ ഫുട്ബോൾ കളിക്കാൻ പാടുണ്ടോ? പെൺകുട്ടികള് ഫുട്ബോൾ കളിക്കാൻ പാടുണ്ടോ? ധൈര്യമായിട്ട് കളിക്കാം എന്നും പറഞ്ഞ് ഇനിയിപ്പോ എന്തെങ്കിലും വഴിയോരത്തിറങ്ങി നിന്നിട്ട് നാളെ കളിക്കാൻ നിൽക്കണ്ട. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തിനും അവരുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ട് ഒതുങ്ങി ഒരു ഭാഗത്ത് നിന്നിട്ട് അധികം ആളുകളൊന്നും ആകർഷിക്കാത്തൊരു കോലത്തിലാണെങ്കിൽ പെൺകുട്ടികൾ ഔറത്ത് മറച്ചിട്ട് അവര് മാത്രം നിന്നുകൊണ്ട് കളിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങൾ ഫിത്ന ഉണ്ടാക്കാൻ നിൽക്കേണ്ട. ഷമീർ ദാരിമി വന്നിട്ട് പറഞ്ഞിട്ട് പോയി പെൺകുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കാൻ പറഞ്ഞു. അങ്ങനല്ല നിയമം. ആരുമില്ലാത്തൊരു സ്ഥലത്ത്, ഞാൻ പറയുന്നതും കൂടെ മനസ്സിലാക്കുക, ആളില്ലാത്തൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാര് കടന്നു വരാത്തൊരു സ്ഥലത്ത് ഒതുങ്ങി
നിന്നിട്ട് അവിടെ അവര് മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടെ നിന്നുകൊണ്ട് ഫുട്ബോളോ വോളിബോളോ എന്തോ കളിച്ചോ ഒരു കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ. ഈ 6 ചോദ്യമാണ് ഇന്നലെ എന്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഒന്നും കൂടെ ഉണ്ട്. അതായത് അവസാനത്തെ ഒരു ചോദ്യം, ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലുണ്ട്, എന്നാൽ ഭാര്യ അപ്പുറത്തെ റൂമിലും ഭർത്താവ് ഇപ്പുറത്തെ റൂമിലും കിടക്കണോണ്ട് വലിയ കുഴപ്പമുണ്ട്. ഏതായാലും എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് കുഴപ്പമുണ്ടാ? നിങ്ങൾക്ക് കുഴപ്പമുണ്ടാ? ഒരു കുഴപ്പമില്ല. എന്നാൽ ഭാര്യയോട് വഴക്കിട്ട് ഭർത്താവും ഭർത്താവിനോട് വഴക്കിട്ട് ഭാര്യയും 2 സ്ഥലത്ത് മാറിക്കിടന്നാൽ അള്ളാന്റെ മലക്കുകൾ അവരെ ശപിക്കും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ ഇപ്പോ ഭർത്താവിന് രോഗം അങ്ങോട്ട് മാറിക്കിടന്നു ഒരു കുഴപ്പമില്ല, ഭാര്യക്ക് രോഗമാണ് മാറിക്കിടന്നു ഒരു കുഴപ്പമില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതല്ലാതെ വഴക്കൂടിയിട്ടൊന്നും പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, കിടക്കാൻ പാടില്ല. നേരം വെളുക്കും വരെ ഫുള്ള് ശാപായിരിക്കും. അള്ളാഹു നമ്മളെ ഖബൂലാക്കട്ടെ. ഞാൻ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരികയാണ്.